വിശദമായ വാർത്തകളിലേക്ക്. ഓൺലൈൻ വ്യാപാര സ്ഥാപനങ്ങളുടെ മറവിൽ തട്ടിപ്പുകൾ വ്യാപകമാകുന്നതായി പരാതി. തപാലിൽ സ്ക്രാച്ച് കാർഡുകൾ എത്തുകയും പണം ആവശ്യപ്പെടുകയുമാണ് തട്ടിപ്പിന്റെ രീതി. അന്വേഷണം ആവശ്യപ്പെട്ട് നിരവധി പരാതികളാണ് സൈബർ സെല്ലിൽ ലഭിക്കുന്നത്. കൊട്ടാരക്കര തൃക്കണ്ണമംഗലിലെ സൂപ്പർമാർക്കറ്റ് ഉടമയ്ക്ക് ലഭിച്ച സമ്മാന കൂപ്പണിലൂടെയാണ് തട്ടിപ്പ് പുറത്തറിഞ്ഞത്. കൂപ്പൺ ചുരണ്ടിയപ്പോൾ 12 ലക്ഷം രൂപ ലഭിച്ചുവെന്നും വിവരങ്ങൾ പൂരിപ്പിച്ച് നൽകണമെന്നും വാട്സ്ആപ്പ് നമ്പറിൽ ബന്ധപ്പെടാനുമായിരുന്നു സന്ദേശം. അന്വേഷണത്തിൽ ഓൺലൈൻ വ്യാപാര സ്ഥാപനമായ മീഷോയ്ക്ക് ഇത്തരം പദ്ധതികളൊന്നുമില്ല എന്നറിഞ്ഞതോടെ തട്ടിപ്പാണെന്ന് ബോധ്യപ്പെട്ടു. എല്ലാ സെൻട്രൽ ഗവൺമെന്റിന്റെയും റിസർവ് ബാങ്കിന്റെയും ടേംസ് ആൻഡ് കണ്ടീഷൻ അനുസരിച്ചുള്ള പ്രൊസീജിയറായിരിക്കും നടക്കുന്നത്. അതിനുള്ള ഇൻകം ടാക്സിന്റെയും പിന്നെ മറ്റ് ടാക്സുകളും അവരുടെ പ്രോസസ്സിംഗ് ഫീ എല്ലാം നമ്മൾ അഡ്വാൻസ് ആയിട്ട് അവർ പറയുന്ന അക്കൗണ്ടിൽ നമ്മൾ അയച്ചു കൊടുക്കണം. ഈ പൈസ ഈ എമൗണ്ട് നമുക്ക് കിട്ടുന്ന സമ്മാനത്തിൽ അവർ അഡ്ജസ്റ്റ് ചെയ്ത് തരത്തില്ല. അത് തന്നെ നമുക്ക് കള്ളത്തരാണെന്ന് മനസ്സിലാവും. ഓൺലൈൻ സൈറ്റുകളിൽ നിന്നും സാധനങ്ങൾ വാങ്ങുന്നതോടെ ഉത്തരേന്ത്യയിൽ നിന്നും ലോണുകൾ നൽകാമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഫോൺ കോളുകളും എത്തുന്നതായി പരാതിയുണ്ട്. കൊട്ടാരക്കരയിൽ നിരവധി ആളുകൾ തട്ടിപ്പിനിരയായെന്ന് നാട്ടുകാർ പറയുന്നു. ഒരുപാട് പേർക്ക് വന്നിട്ട് ഒരുപാട് പൈസയും കൊണ്ട് ആരും പറയുന്നില്ല. പ്രത്യേകിച്ച് വന്ന് മൊത്തം സ്ത്രീജനങ്ങൾക്കാണ്. അവർ ഓൺലൈനിൽ ഓരോ സാധനങ്ങൾ ബുക്ക് ചെയ്യുകയാണ്. ആ ബുക്ക് ചെയ്യുമ്പം ഞാൻ ഒത്തിരിയൊക്കെ അറിഞ്ഞത് ഡെലിവറി ബോയ്സാണ് ഈ നമ്പർ. കുറച്ച് അമ്മമാരെ കയ്യിലൂടെയാണ് ഈ നമ്പർ. അഡ്രസ് എല്ലാം ഉൾപ്പെടെ കിട്ടുമല്ലോ. അടിയന്തരമായി രേഖകൾ അയക്കാൻ നിർദ്ദേശിച്ചുകൊണ്ടുള്ള സന്ദേശങ്ങൾ വരുന്നുണ്ടെങ്കിലും തട്ടിപ്പാണെന്ന് മനസ്സിലാക്കി കടയുടമ സൈബർ സെല്ലിൽ പരാതിയും നൽകി. ഇത്തരത്തിൽ ചതിക്കുഴിയിൽപ്പെട്ട് പണം നഷ്ടമായവരുടെ നിരവധി പരാതികളാണ് സൈബർ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ന്യൂസ് 18 കൊട്ടാരക്കര. കുട്ടനാട്ടിൽ ഹൗസ് ബോട്ട് മുങ്ങി ഒരാൾ മരിച്ചു. പള്ളാത്തുരുത്തി വാളാട്ടുതറ പ്രസന്നനാണ് മരിച്ചത്. രാവിലെ 10:30 മണിയോടെ കന്നിട്ട ജെട്ടിക്ക് സമീപമാണ് അപകടമുണ്ടായത്. ഇന്നലെ രാത്രി തമിഴ്നാട് സ്വദേശികളുമായി യാത്ര പോയ കാർത്തിക എന്ന ബോട്ടാണ് പുലർച്ചെ 4:30 തിരിച്ചെത്തി യാത്രക്കാരെ ഇറക്കിയതിന് തൊട്ടു പിന്നാലെ അപകടത്തിൽപ്പെട്ടത്. ലഗേജ് എടുക്കാൻ ബോട്ടിലേക്ക് കയറിയ പ്രസന്നൻ ഉള്ളിൽ കുടുങ്ങുകയും ബോട്ട് പൂർണ്ണമായി മുങ്ങുകയും ചെയ്തു. ഫയർഫോഴ്സും പോലീസും 3 മണിക്കൂർ നേരം തെരച്ചിലിനൊടുവിലാണ് പ്രസന്നന്റെ മൃതദേഹം കണ്ടെത്തിയത്. ബോട്ടിന് രജിസ്ട്രേഷനോ ഡ്രൈവർ രമേശന് ലൈസൻസോ ഇല്ലെന്നാണ് പോലീസ് നിഗമനം. കണ്ണൂർ വിമാനത്താവളത്തിൽ സ്വർണം പിടികൂടി. 38 ലക്ഷം വില വരുന്ന 728 ഗ്രാം സ്വർണമാണ് പോലീസ് പിടികൂടിയത്. കൂത്തുപറമ്പ് നരവൂർ സ്വദേശി നസീം അഹമ്മദിൽ നിന്നാണ് പാസഞ്ചർ ടെർമിനൽ ബിൽഡിംഗ് പരിസരത്ത് വെച്ച് സ്വർണം പിടികൂടിയത്. കണ്ണൂർ വിമാനത്താവളം പ്രവർത്തനം ആരംഭിച്ച ശേഷം ഇതാദ്യമായാണ് പോലീസ് സ്വർണം പിടികൂടുന്നത്. തിരുവനന്തപുരം പനവിളയിൽ മണ്ണിടിഞ്ഞ് അപകടത്തിൽപ്പെട്ട അതിഥി തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. 1 മണിക്കൂറിലധികം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഫയർഫോഴ്സ് 2 പേരെയും രക്ഷപ്പെടുത്തിയത്. നിർമ്മാണത്തിലിരുന്ന ഫ്ളാറ്റിന് സമീപം തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലത്താണ് അപകടമുണ്ടായത്. പശ്ചിമബംഗാൾ സ്വദേശി ദീപക് ബർമൻ, അസം സ്വദേശി രാഹുൽ ബിശ്വാസ് എന്നിവരാണ് മണ്ണിനടിയിൽപ്പെട്ടത്. ഇവർ താമസിച്ചിരുന്ന താൽക്കാലിക ഷെഡിന്റെ അടിയിലെ മണ്ണ് ഇടിഞ്ഞു താഴ്ന്നതാണ് അപകട കാരണം. രാഹുൽ ബിശ്വാസിനെ രക്ഷപ്പെടുത്താനാണ് കൂടുതൽ ബുദ്ധിമുട്ടിയത്. ഫയർഫോഴ്സ് ജീവനക്കാർ 1 മണിക്കൂറിലധികം പരിശ്രമിക്കേണ്ടി വന്നു. കൈകൾ കൊണ്ട് മണ്ണ് മാറ്റി വളരെ സൂക്ഷ്മതയോടെയായിരുന്നു രക്ഷാപ്രവർത്തനം. ഒരു കൈ കൊണ്ട് ജോലി ചെയ്യാൻ പറ്റും. ഒരു കൈ വെച്ചിട്ടാണ് ഇത്ര നേരം ജോലി ചെയ്തുകൊണ്ട് ഓരോ കൈ അതേ പറ്റുള്ളൂ. ചിരട്ട പോലും ഉപയോഗിക്കാൻ പറ്റുന്നില്ല. രക്ഷപ്പെടുത്തിയ 2 പേരെയും തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. 80ഓളം അതിഥി തൊഴിലാളികൾ ജോലി ചെയ്യുന്നതിൽ പകുതിയോളം പേരും താമസിക്കുന്നത് ഈ ഷെഡുകളിലാണ്. അപകടം നടന്നത് പകൽ സമയത്തായതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത്. ന്യൂസ് 18 തിരുവനന്തപുരം. തിരുവനന്തപുരം തട്ടത്തുമല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സംരക്ഷണ മതിൽ മഴയിൽ തകർന്നു വീണു. MC റോഡിനോട് ചേർന്ന ഭാഗമാണ് തകർന്നത്. 4 മാസങ്ങൾക്ക് മുൻപ് പൂർത്തീകരിച്ച മതിലാണിത്. ജില്ലാ പഞ്ചായത്തിന്റെ 15 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് മതിൽ നിർമ്മിച്ചത്. കരാറുകാരന് ബില്ല് മാറി നൽകിയിട്ടില്ല എന്നും മതിൽ കുറ്റമറ്റ രീതിയിൽ പുനർനിർമ്മിച്ചാൽ മാത്രമേ തുക നൽകുകയുള്ളൂ എന്നും ജില്ലാ പഞ്ചായത്ത് അംഗം ഗിരികൃഷ്ണൻ പറഞ്ഞു. പാറകൾ MC റോഡിലേക്ക് വീണ് ഇപ്പോൾ സ്വപ്ന സുരേഷ് മാധ്യമങ്ങളെ കാണാൻ എത്തിയിരിക്കുകയാണ്. തത്സമയ സംരക്ഷണത്തിലേക്ക്. കുറച്ച് താഴ്ത്തി പിടിക്കാം.
റെഡിയല്ലേ? I was not well. I was at home, and now again I am forced to come before the media, before the public, just to convey a small message. See what has happened. ഇന്നലെ 3 മണിക്ക് ഞാനൊരു ഓഡിയോ പുറത്താക്കി. ഞാനത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്. ആ ഓഡിയോ ഈ എൻ്റെ കേസ് സംബന്ധമായി ഉള്ള കാര്യത്തിൽ റിലേറ്റഡ് ആണ് ഒരു എലിമെൻറ്റ് വരെ. ദാറ്റ് ഒരു നെഗോസിയേഷൻ നടക്കാൻ ശ്രമം നടന്നു എന്നുള്ളത്. അതല്ലാതെ എൻ്റെ കേസിൽ ഞാൻ പ്രതിയല്ലാതെ ആവാനോ ഞാനൊരു അപ്രൂവർ ആവാനോ ഒരു ശ്രമവും ഞാൻ നടത്തിയിട്ടില്ല. I still stand by the same statement that I gave a 164 so that the truth may come down. The truth may come down, and the degree of involvement of all the persons in this entire story or case has to come out, and the investigating agencies can do further investigation. This is all what I have done. But now I have come back again in front of the media because ഈ ഷാജ് കിരൺ എന്ന് പറയുന്ന വ്യക്തി ഒരുപാട് പേര് ആക്ഷേപിച്ചു. അതൊരു സൗഹൃദമായിരുന്നു. ഞാൻ ഇപ്പോഴും വീണ്ടും പറയുന്നു, അത് സൗഹൃദം തന്നെയായിരുന്നു. എൻ്റെ എല്ലാവരെയും തള്ളി പറയുമ്പോൾ മാത്രമേ എനിക്ക് അവരുടെ വിശ്വാസം നേടാൻ പറ്റത്തുള്ളൂ. ആ വിശ്വാസം കാരണമാണ് പുള്ളിക്കാരൻ എന്നെ സഹായിക്കുന്ന രീതിയിലെല്ലാം തുറന്നു പറയുന്നത്. അപ്പോൾ ആ ഓഡിയോ ക്ലിപ്പ് പ്രകാരം സരിത്തിനെ ആദ്യം പൊക്കി, സരിത്തിനെ ഷാജ് കിരൺ ഉദ്ദേശിക്കുന്ന ആൾക്കാർ വഴി 45 minutes to 1 hour റിലീസ് ചെയ്തു. അതേ ഓഡിയോ ക്ലിപ്പിൽ നിങ്ങൾ എല്ലാവരും കേട്ടതാണ്, കൃഷ്ണരാജ് എന്ന് പറയുന്ന എൻ്റെ ലോയറിനെ പൊക്കും, പുള്ളിക്കാരനും കേസെടുക്കും. അത് സംഭവിച്ചില്ലേ? ഇപ്പോൾ അത് സംഭവിച്ചില്ലേ? ഇത് വീണ്ടും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, എപ്പോഴോ ഞാനത് കണ്ടിട്ട് പോലുമില്ല, പക്ഷെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പേരിൽ ഇന്ന് തന്നെ കേസ് രജിസ്റ്റർ ചെയ്യുക, നോൺ ബെയിലബിൾ ഒഫൻസ്. അപ്പോൾ ക്യാൻ യു ഇമാജിൻ, ഐ ഡോണ്ട് ഗെറ്റ് ലോയേഴ്സ് അസിസ്റ്റൻസ്. Can you simply imagine what kind of attack they are doing? I have lost my lawyer now. അപ്പോൾ ഷാജ് കിരൺ പറഞ്ഞത് ശരിയല്ലേ? ഞാൻ എഡിറ്റ് ചെയ്ത് കയറ്റിയതാണെങ്കിൽ ഇത്രയും വ്യക്തമായിട്ട് ഞാനാണോ ലോയറിനെതിരെ കേസ് എടുത്തത്? എനിക്കെതിരെ ഗൂഢാലോചന കേസ്, ആ കേസിൽ ഷാജ് കിരൺ സാക്ഷിയാകുന്നു. ആൻഡ് KT ജലീൽ സാർ എനിക്കെതിരെ കേസ് കൊടുക്കുന്നു, ഡിഫെയിം ചെയ്തു എന്നും പറഞ്ഞു. ഷാജ് കിരൺ അതല്ലേ ചെയ്തത്? ഷാജ് കിരൺ ഹോണറബിൾ ചീഫ് മിനിസ്റ്ററിനെ കുറിച്ചും കോടിയേരി ബാലകൃഷ്ണൻ സാറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിന് ഡിഫെയിമേഷൻ ഇല്ലേ? അപ്പോൾ പുള്ളിക്കാരൻ ഈ ഗൂഢാലോചന കേസിന്റെ ഭാഗമാക്കി സാക്ഷിയാക്കുക എനിക്കെതിരെ എടുത്ത കേസ്. ആൻഡ് എൻ്റെ ലോയറിനും കേസെടുത്തു. അപ്പോൾ ഷാജ് കിരൺ പറഞ്ഞ ഏത് പോയിന്റ് ആണ് റോങ്? ഞാൻ എങ്ങനെ വിശ്വസിക്കാതിരിക്കും? ഇത് നെഗോസിയേഷൻ അല്ലേ? ഇത് ഹോണറബിൾ ചീഫ് മിനിസ്റ്ററിന്റെ റെപ്രസെൻറ്റേറ്റീവ് അല്ലേ? എനിക്കൊന്നും അറിയില്ല. ഞാൻ എൻ്റെ ഓഫീസിൽ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചു വരുത്തി. ബിക്കോസ് ഹീ ഗേവ് മീ an alarm. He told me, he confidently told me that Sarith will be kidnapped or Sarith will be taken. And Sarith was taken. After that, the next day he comes on a friendly note. He explains the consequences that I have to face because I gave my 164. Why are they attacking me like this? I still stick on to the statement that I gave. Don't hurt other people who are around me. Hurt me.
please kill me so that the story will get over. I am not well. Give me a chance to live. And these tears are not a coward's tears. These tears are of that of a woman who is suffering so much. Why are you doing this to my lawyer also now? You should have done this when the Facebook post came out. You should have done this then. You should not have done this when the audio clip came out. The audio clip says it all. Shaj Kiran told us that the lawyer will be affected. I don't have so much of money to keep changing lawyers after lawyers. All the lawyers were bought, I guess now. I now guess that all the lawyers were bought. Don't do this. Please leave us alone. Let the Honorable Court take its role. How many cases will you give on me? What more can I come? I'm already named as a terrorist for no reason. Stop it. You can kill me, but stop killing other people. ലൈറ്റ് മാത്രം ലൈറ്റ് ഇട്ടാണ്. അങ്ങനെ ആദ്യം സ്വപ്ന സുരേഷ് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഇന്നലെ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ഉറച്ചു നിൽക്കുകയാണ് ഇന്നും സ്വപ്ന. ഷാജ് കിരണുമായി സൗഹൃദം മാത്രമാണുള്ളത്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ ഓഡിയോ പുറത്തുവിട്ടപ്പോൾ ഷാജ് കിരൺ പറഞ്ഞതെല്ലാം സംഭവിച്ചിരിക്കുകയാണ് എന്ന് ആവർത്തിച്ച് പറയുകയാണ് സ്വപ്ന. കഴിഞ്ഞ ദിവസം സരിത്തിനെ കസ്റ്റഡിയിലെടുക്കും എന്ന് ഷാജ് കിരൺ പറഞ്ഞിരുന്നു. അത് നടന്നിരിക്കുകയാണ്. ഇപ്പോൾ തന്റെ വക്കീലിനെതിരെ കേസെടുക്കും എന്നും ഷാജ് കിരൺ ആ ഓഡിയോയിൽ പറഞ്ഞിരിക്കുന്നു. അതും നടന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞതിലൊക്കെ ഉറച്ചു നിൽക്കുകയാണ് സ്വപ്ന സുരേഷ് ഇന്നും മാധ്യമങ്ങളോട്.
or case has to come out and the investigating agencies can do further investigation. This is all what I have done. But now I have come back again in front of the media because ഈ ഷാജ് കിരൺ എന്ന് പറയുന്ന വ്യക്തി ഒരുപാട് പേര് ആക്ഷേപിച്ചു. അതൊരു സൗഹൃദമായിരുന്നു. ഞാൻ ഇപ്പോഴും വീണ്ടും പറയുന്നു, അത് സൗഹൃദം തന്നെയായിരുന്നു. എൻ്റെ എല്ലാവരെയും തള്ളി പറയുമ്പോൾ മാത്രമേ എനിക്ക് അവരുടെ വിശ്വാസം നേടാൻ പറ്റത്തുള്ളൂ. ആ വിശ്വാസം കാരണമാണ് പുള്ളിക്കാരൻ എന്നെ സഹായിക്കുന്ന രീതിയിലെല്ലാം തുറന്നു പറയുന്നത്. അപ്പോൾ ആ ഓഡിയോ ക്ലിപ്പ് പ്രകാരം സരിത്തിനെ ആദ്യം പൊക്കി, സരിത്തിനെ ഷാജ് കിരൺ ഉദ്ദേശിക്കുന്ന ആൾക്കാർ വഴി 45 minutes to 1 hour റിലീസ് ചെയ്തു. അതേ ഓഡിയോ ക്ലിപ്പിൽ നിങ്ങൾ എല്ലാവരും കേട്ടതാണ്, കൃഷ്ണരാജ് എന്ന് പറയുന്ന എൻ്റെ ലോയറിനെ പൊക്കും. പുള്ളിക്കാരനും ദിസ് എൻറ്റയർ സ്റ്റോറി ഓർ കേസ് ഹാസ് ടു കം ഔട്ട് and the investigating agencies can do further investigation. This is all what I have done. But now I have come back again in front of the media because ഈ ഷാജ് കിരൺ എന്ന് പറയുന്ന വ്യക്തി ഒരുപാട് പേര് ആക്ഷേപിച്ചു. അതൊരു സൗഹൃദമായിരുന്നു. ഞാൻ ഇപ്പോഴും വീണ്ടും പറയുന്നു, അത് സൗഹൃദം തന്നെയായിരുന്നു. എൻ്റെ എല്ലാവരെയും തള്ളി പറയുമ്പോൾ മാത്രമേ എനിക്ക് അവരുടെ വിശ്വാസം നേടാൻ പറ്റത്തുള്ളൂ. ആ വിശ്വാസം കാരണമാണ് പുള്ളിക്കാരൻ എന്നെ സഹായിക്കുന്ന രീതിയിലെല്ലാം തുറന്നു പറയുന്നത്. അപ്പോൾ ആ ഓഡിയോ ക്ലിപ്പ് പ്രകാരം സരിത്തിനെ ആദ്യം പൊക്കി, സരിത്തിനെ ഷാജ് കിരൺ ഉദ്ദേശിക്കുന്ന ആൾക്കാർ വഴി 45 minutes to 1 hour റിലീസ് ചെയ്തു. അതേ ഓഡിയോ ക്ലിപ്പിൽ നിങ്ങൾ എല്ലാവരും കേട്ടതാണ്, കൃഷ്ണരാജ് എന്ന് പറയുന്ന എൻ്റെ ലോയറിനെ പൊക്കും. പുള്ളിക്കാരനും ദിസ് എൻറ്റയർ സ്റ്റോറി ഓർ കേസ് ഹാസ് ടു കം ഔട്ട് and the investigating agencies can do further investigation. This is all what I have done. But now I have come back again in front of the media because ഈ ഷാജ് കിരൺ എന്ന് പറയുന്ന വ്യക്തി ഒരുപാട് പേര് ആക്ഷേപിച്ചു. അതൊരു സൗഹൃദമായിരുന്നു. ഞാൻ ഇപ്പോഴും വീണ്ടും പറയുന്നു, അത് സൗഹൃദം തന്നെയായിരുന്നു. എൻ്റെ എല്ലാവരെയും തള്ളി പറയുമ്പോൾ മാത്രമേ എനിക്ക് അവരുടെ വിശ്വാസം നേടാൻ പറ്റത്തുള്ളൂ. ആ വിശ്വാസം കാരണമാണ് പുള്ളിക്കാരൻ എന്നെ സഹായിക്കുന്ന രീതിയിലെല്ലാം തുറന്നു പറയുന്നത്. അപ്പോൾ ആ ഓഡിയോ ക്ലിപ്പ് പ്രകാരം സരിത്തിനെ ആദ്യം പൊക്കി, സരിത്തിനെ ഷാജ് കിരൺ ഉദ്ദേശിക്കുന്ന ആൾക്കാർ വഴി 45 minutes to 1 hour റിലീസ് ചെയ്തു. അതേ ഓഡിയോ ക്ലിപ്പിൽ നിങ്ങൾ എല്ലാവരും കേട്ടതാണ്, കൃഷ്ണരാജ് എന്ന് പറയുന്ന എൻ്റെ ലോയറിനെ പൊക്കും. പുള്ളിക്കാരനും ദിസ് എൻറ്റയർ സ്റ്റോറി ഓർ കേസ് ഹാസ് ടു കം ഔട്ട് and the investigating agencies can do further investigation. I was not well. I was at home and now again I am forced to come. സ്വപ്ന സുരേഷ് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതിലെല്ലാം അവർ ഉറച്ചു നിൽക്കുകയാണ്. ഷാജ് കിരണുമായുള്ളത് സൗഹൃദം മാത്രമാണ്. എന്നാൽ ഷാജ് കിരൺ തന്നെ ഭീഷണിപ്പെടുത്തിയെന്നും തന്റെ അഭിഭാഷകനെ അറസ്റ്റ് ചെയ്യുമെന്നും കേസെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അതൊക്കെ ഇപ്പോൾ സംഭവിച്ചിരിക്കുകയാണ് എന്നാണ് സ്വപ്ന പറയുന്നത്. ഞാനത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്. ആ ഓഡിയോ ഈ എൻ്റെ കേസ് സംബന്ധമായി ഉള്ള കാര്യത്തിൽ റിലേറ്റഡ് ആണ് ഒരു എലിമെൻ്റ് വരെ. ദാറ്റ് ഒരു നെഗോസിയേഷൻ നടക്കാൻ ശ്രമം നടന്നു എന്നുള്ളത്. അതല്ലാതെ എൻ്റെ കേസിൽ ഞാൻ പ്രതിയല്ലാതെ ആവാനോ ഞാനൊരു അപ്രൂവർ ആവാനോ ഒരു ശ്രമവും ഞാൻ നടത്തിയിട്ടില്ല. I still stand by the same statement that I gave a 164 so that the truth may come down.
the truth may come down, and the degree of involvement of all the persons in this entire story or case has to come out, and the investigating agencies can do further investigation. This is all what I have done. But now I have come back again in front of the media because ഈ ഷാജ് കിരൺ എന്ന് പറയുന്ന വ്യക്തി ഒരുപാട് പേര് ആക്ഷേപിച്ചു. അതൊരു സൗഹൃദമായിരുന്നു. ഞാൻ ഇപ്പോഴും വീണ്ടും പറയുന്നു, അത് സൗഹൃദം തന്നെയായിരുന്നു. എൻ്റെ എല്ലാവരെയും തള്ളി പറയുമ്പോൾ മാത്രമേ എനിക്ക് അവരുടെ വിശ്വാസം നേടാൻ പറ്റത്തുള്ളൂ. ആ വിശ്വാസം കാരണമാണ് പുള്ളിക്കാരൻ എന്നെ സഹായിക്കുന്ന രീതിയിലെല്ലാം തുറന്നു പറയുന്നത്. അപ്പോൾ ആ ഓഡിയോ ക്ലിപ്പ് പ്രകാരം സരിത്തിനെ ആദ്യം പൊക്കി, സരിത്തിനെ ഷാജ് കിരൺ ഉദ്ദേശിക്കുന്ന ആൾക്കാർ വഴി 45 minutes to 1 hour റിലീസ് ചെയ്തു. അതേ ഓഡിയോ ക്ലിപ്പിൽ നിങ്ങൾ എല്ലാവരും കേട്ടതാണ്, കൃഷ്ണരാജ് എന്ന് പറയുന്ന എൻ്റെ ലോയറിനെ പൊക്കും, പുള്ളിക്കാരനും കേസെടുക്കും. അത് സംഭവിച്ചില്ലേ? ഇപ്പോൾ അത് സംഭവിച്ചില്ലേ? ഇത് വീണ്ടും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, എപ്പോഴോ ഞാനത് കണ്ടിട്ട് പോലുമില്ല, പക്ഷെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പേരിൽ ഇന്ന് തന്നെ കേസ് രജിസ്റ്റർ ചെയ്യുക, നോൺ ബെയിലബിൾ ഒഫൻസ്. അപ്പോൾ ക്യാൻ യു ഇമാജിൻ, ഐ ഡോണ്ട് ഗെറ്റ് ലോയേഴ്സ് അസിസ്റ്റൻസ്. Can you simply imagine what kind of attack they are doing? I have lost my lawyer now. അപ്പോൾ ഷാജ് കിരൺ പറഞ്ഞത് ശരിയല്ലേ? ഞാൻ എഡിറ്റ് ചെയ്ത് കയറ്റിയതാണെങ്കിൽ ഇത്രയും വ്യക്തമായിട്ട് ഞാനാണോ ലോയറിനെതിരെ കേസ് എടുത്തത്? എനിക്കെതിരെ ഗൂഢാലോചന കേസ്, ആ കേസിൽ ഷാജ് കിരൺ സാക്ഷിയാകുന്നു. ആൻഡ് KT ജലീൽ സാർ എനിക്കെതിരെ കേസ് കൊടുക്കുന്നു, ഡിഫെയിം ചെയ്തു എന്നും പറഞ്ഞു. ഷാജ് കിരൺ അതല്ലേ ചെയ്തത്? ഷാജ് കിരൺ ഹോണറബിൾ ചീഫ് മിനിസ്റ്ററിനെ കുറിച്ചും കോടിയേരി ബാലകൃഷ്ണൻ സാറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിന് ഡിഫെയിമേഷൻ ഇല്ലേ? അപ്പോൾ പുള്ളിക്കാരൻ ഈ ഗൂഢാലോചന കേസിന്റെ ഭാഗമാക്കി സാക്ഷിയാക്കുക എനിക്കെതിരെ എടുത്ത കേസ്. ആൻഡ് എൻ്റെ ലോയറിനും കേസെടുത്തു. അപ്പോൾ ഷാജ് കിരൺ പറഞ്ഞ ഏത് പോയിന്റ് ആണ് റോങ്? ഞാൻ എങ്ങനെ വിശ്വസിക്കാതിരിക്കും? ഇത് നെഗോസിയേഷൻ അല്ലേ? ഇത് ഹോണറബിൾ ചീഫ് മിനിസ്റ്ററിന്റെ റെപ്രസെൻറ്റേറ്റീവ് അല്ലേ? എനിക്കൊന്നും അറിയില്ല. ഞാൻ എൻ്റെ ഓഫീസിൽ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചു വരുത്തി, ബിക്കോസ് ഹീ ഗേവ് മീ an alarm. He told me, he confidently told me that Sarith will be kidnapped or Sarith will be taken, and Sarith was taken. After that, the next day he comes on a friendly note, he explains the consequences that I have to face because I gave my 164. Why are they attacking me like this? I still stick on to the statement that I gave. Don't hurt other people who are around me. Hurt me. Please kill me so that the story will get over. I am not well. Give me a chance to live. And these tears are not a covered tears. These tears are of that of a woman who is suffering so much. Why are you doing this to my lawyer also now? You should have done this when the Facebook post came out. You should have done this then. You should not have done this when the audio clip came out. The audio clip says it all. Shaj Kiran told us that the lawyer will be affected. I don't have so much of money to keep changing lawyers after lawyers. All the lawyers were bought, I guess now. I now guess that all the lawyers were bought. Don't do this. Please leave us alone. Let the Honorable Court take its role. How many cases will you give on me? What more can I come? I'm already named as a terrorist for no reason. Stop it. You can kill me, but stop killing other people.
കൂടുതൽ വിവരങ്ങളുമായി നമ്മുടെ റിപ്പോർട്ടർ പ്രസാദ് ഉടുമ്പിശ്ശേരി ചേരുകയാണ്. പ്രസാദ്, മാധ്യമങ്ങളുടെ മുന്നിൽ കരഞ്ഞുകൊണ്ടാണ് സ്വപ്ന സുരേഷ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പറഞ്ഞതിലൊക്കെ അവർ ഉറച്ചു നിൽക്കുകയാണ്. ഒപ്പം മാധ്യമങ്ങളെ കാണുമ്പോൾ അവർ കുഴഞ്ഞു വീണിരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? അവരുടെ ആരോഗ്യ അവസ്ഥ ഇപ്പോഴെങ്ങനെയാണ്? നേരത്തെ ഒരു ചെറിയ കാര്യം പറയാനുണ്ട് എന്നുള്ളത് വ്യക്തമാക്കിക്കൊണ്ടാണ് സ്വപ്ന മാധ്യമങ്ങൾക്ക് മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. അപ്രതീക്ഷിതമായിരുന്നു ഇന്ന് ഈ മാധ്യമങ്ങളെ കാണുക എന്നുള്ളത്. കാരണം ഇന്ന് രാവിലെ അവർ ആരെയും കാണുന്നില്ല എന്നുള്ളതായിരുന്നു വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം അവരുടെ അഭിഭാഷകൻ കൃഷ്ണരാജിനെതിരെ കേസെടുത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അവർ മാധ്യമങ്ങളെ കണ്ടിട്ടുള്ളത്. തുടക്കത്തിൽ അവർ പറയുന്നത് കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ ഇവർ മുമ്പ് അവർ നടത്തിയ രഹസ്യമൊഴിയും അതോടൊപ്പം തന്നെ ഷാജ് കിരൺ നടത്തിയ ഇവരുടെ ഇടനിലയായി ഷാജ് കിരൺ നടത്തിയ സംഭാഷണങ്ങളുടെ ശബ്ദരേഖയും ഇന്നലെ പുറത്തുവിട്ടിരുന്നു. അതിനുശേഷമാണ് ഈ കൃഷ്ണരാജ് എന്ന അവരുടെ അഭിഭാഷകനെതിരെ കേസെടുത്തിട്ടുള്ളത്. നേരത്തെ തന്നെ ഷാജ് കിരൺ പറഞ്ഞിരുന്നു അവരുടെ അഭിഭാഷകൻ കൃഷ്ണരാജിനെതിരെ കേസെടുക്കും, നടപടി ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്നു. ആദ്യം പറഞ്ഞത് സരിത്തിനെ പൊക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. അത് സംഭവിച്ചു. ഇപ്പോൾ കൃഷ്ണരാജിനെതിരെ കേസെടുക്കുമെന്ന് പറഞ്ഞു. അതും ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മുമ്പ് നടന്ന ഒരു സംഭവത്തിന്റെ മുകളിലാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. തനിക്ക് ആ സംഭവം എന്താണെന്ന് പോലും അറിയില്ല. ഇപ്പോൾ തനിക്ക് അഭിഭാഷകൻ ഇല്ലാത്ത ഒരു അവസ്ഥയായി. ഷാജ് കിരൺ പറഞ്ഞത് മുഴുവൻ സത്യമായി മാറുന്ന സാഹചര്യമാണ് താൻ ഇപ്പോൾ കാണുന്നത് എന്നാണ്. എന്തുകൊണ്ടാണ് തന്നെ ഇത്തരത്തിൽ ആക്രമിക്കുന്നത്? തൻ്റെ ഒപ്പമുള്ള ആളുകളെ എല്ലാം തന്നെ ദ്രോഹിക്കുകയാണ്. അവരെ വെറുതെ വിടൂ, തന്നെ എന്നെ ആക്രമിച്ചോളൂ, എന്തിന് എനിക്ക് ചുറ്റുമുള്ളവരെ ദ്രോഹിക്കുന്നു എന്നുള്ളതാണ് അവർ പറഞ്ഞത്. എല്ലാം അവസാനിപ്പിക്കണമെങ്കിൽ എന്നെയും അവസാനിപ്പിക്കുന്നു എന്നാണ് അവർ വളരെ വൈകാരികമായി പറയുന്നത്. ഏറെക്കുറെ അവസാനമായപ്പോഴത്തേനും അവർ കരഞ്ഞുകൊണ്ടാണ് അവർ ഇക്കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നത്. തൻ്റെ ചുറ്റുമുള്ള ആളുകളെ ദ്രോഹിച്ചു കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഷാജ് കിരൺ കഴിഞ്ഞ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ രഹസ്യമൊഴി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം തന്നെ നേരിടേണ്ടി വരുന്നത്. എന്നാൽ താൻ ഈ രഹസ്യമൊഴി അന്ന് നടത്തിയ ആ സ്റ്റേറ്റ്മെൻറ്റിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് സ്വപ്ന വ്യക്തമാക്കിയിട്ടുള്ളത്. ഇത്തരം കാര്യങ്ങൾ പറയുന്ന സമയത്ത്, അതായത് അവസാനത്തെ ഭാഗത്ത് എത്തിയപ്പോഴാണ് തൻ്റെ ഒപ്പമുള്ള ആളുകളെ മുഴുവൻ ദ്രോഹിക്കുകയാണ് എന്ന് പറയുന്ന വളരെ വൈകാരികമായി അവർ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് അവർ അല്പം മാറി നിന്ന് പിന്നീട് അവിടെ തളർന്ന് വീഴുന്നത്. ഇപ്പോൾ അവരെ ഇവിടെ അകത്തേക്ക് ഈ ഓഫീസിൻ്റെ HRDS ഓഫീസിൻ്റെ അകത്തേക്ക് അവരെ മാറ്റിയിരിക്കുകയാണ്. സാധാരണ ചില സമയങ്ങളിൽ ഇങ്ങനെ സംഭവിക്കാറുണ്ട് എന്നുള്ളതാണ് അവരുമായി അടുത്ത് നിൽക്കുന്ന ആളുകൾ പറയുന്നത്. അല്പസമയം വിശ്രമം വേണ്ടിവരും എന്നുള്ളതാണ്. മുമ്പെല്ലാം തന്നെ വളരെ ക്ഷീണിതയായിരുന്നു. ഇന്നും അത്തരത്തിൽ അവരുടെ ആരോഗ്യസ്ഥിതി മോശമായതുകൊണ്ടാണ് അവർ ഇന്ന് ഓഫീസിൽ HRDS ഓഫീസിൽ അവർ വരാതിരുന്നത്. 2 ദിവസം അവർ പൂർണ്ണ വിശ്രമത്തിലാണ് എന്നതായിരുന്നു രാവിലെ HRDSൽ നിന്നും അവരുമായി ബന്ധപ്പെട്ട ആളുകളെല്ലാം തന്നെ നമ്മെ അറിയിച്ചിരുന്നത്. പക്ഷേ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇന്ന് വൈകുന്നേരം അവർ മാധ്യമങ്ങളെ കാണണമെന്ന് അവർ ആവശ്യപ്പെടുകയായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ കൃഷ്ണരാജിനെതിരെ കൂടി കേസെടുത്ത സാഹചര്യത്തിൽ തനിക്കൊപ്പമുള്ള ആളുകളെ ദ്രോഹിച്ചു തുടങ്ങിയിരിക്കുന്നു. തനിക്കിപ്പോൾ അഭിഭാഷകനില്ലാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് എന്നതാണ് സ്വപ്ന വ്യക്തമാക്കുന്നത്. അതോടൊപ്പം വലിയ തോതിൽ താൻ ആ മൊഴിയിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. ഇപ്പോൾ ഷാജ് കിരൺ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ശരിയായി കൊണ്ടിരിക്കുന്നു എന്നാണ് അവർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ആ ഒരു സാഹചര്യം അത് പറഞ്ഞു കഴിഞ്ഞ് ഏറെക്കുറെ ഒരു 3 മിനിറ്റോളമാണ് അവർ ഈ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു തുടങ്ങുന്നത്. പിന്നീട് നമ്മൾ അടുത്ത ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ അവർ ഇത്തരത്തിൽ പിന്നീട് തളർന്ന് ഇവിടെ കുഴഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. പ്രസാദ്, ഇപ്പോഴത്തെ ഒരു ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? കൂടുതൽ സംസാരിക്കാൻ സാധ്യതയില്ല എങ്കിൽ പോലും അവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടോ? തന്നെ ഇപ്പോൾ അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടില്ല. മുമ്പും ഇത്തരത്തിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെല്ലാം തന്നെ പറയുന്നത്. ഇപ്പോൾ അവരെ ഈ HRDSന്റെ ഓഫീസ് മുറിയിലേക്ക് അവരെ മാറ്റിയിരിക്കുകയാണ്. വിശ്രമം വേണ്ടിവരും എന്നുള്ളതാണ് പറയുന്നത്. ഇന്നലെ വൈകുന്നേരം തന്നെ അവർ പറഞ്ഞിരുന്നു അവരുടെ ആരോഗ്യസ്ഥിതി മോശമാണ് എന്ന് പറഞ്ഞിരുന്നു. ഇന്ന് രാവിലെ അവർ ഓഫീസിൽ വരും എന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത്. പക്ഷേ രാവിലെ നമ്മൾ ഇവിടെ വന്ന സമയത്ത് തന്നെ അവർ അറിയിച്ചിരുന്നു അവർ ഇനി 2 ദിവസം ഓഫീസിലേക്ക് ഉണ്ടാകില്ല എന്നുള്ളതാണ് അവർ വ്യക്തമാക്കിയിരുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് വൈകിട്ട് 6 മണിയോടുകൂടി അവർ മാധ്യമങ്ങൾക്ക് അറിയിപ്പ് നൽകുന്നത്. അത്യാവശ്യമായി മാധ്യമങ്ങളെ കാണേണ്ടതുണ്ട് എന്നുള്ള അറിയിപ്പ് നൽകുന്നത്. അങ്ങനെ അവർ 6:30 മാധ്യമങ്ങളെ കാണുന്നു. അതിൽ പറയുന്ന കാര്യം ഇതാണ്: ഇന്നലെ നടത്തിയ അവരുടെ ഈ പുറത്തുവിട്ട ഫോൺ സംഭാഷണങ്ങളും അതോടൊപ്പം തന്നെ ഇവിടെ HRDS ഓഫീസിൽ ഷാജ് കിരണുമായി നടത്തിയ സംഭാഷണത്തിൻ്റെയും ശബ്ദരേഖ പുറത്തുവിട്ടു. വലിയ തോതിലുള്ള ദ്രോഹമാണ് തനിക്കെതിരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തൻ്റെ ചുറ്റുമുള്ള ആളുകളെയെല്ലാം തന്നെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അവർ കരഞ്ഞുകൊണ്ട്
ഇവിടെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ അവരുടെ അഭിഭാഷകനെതിരെയും കേസെടുത്തിരിക്കുന്നു. മുമ്പ് നടന്ന ഒരു സംഭവത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ മുകളിലാണ് കേസെടുത്തിരിക്കുന്നത്. പക്ഷേ അത് താനുമായി സഹകരിക്കുന്നത് കൊണ്ടാണ്, തന്റെ അഭിഭാഷകനായതുകൊണ്ടാണ് ഈ ഇത്തരത്തിലൊരു കേസ് അവർക്ക് നടപടി ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് അവർ സൂചിപ്പിക്കുന്ന ഒരു പ്രധാന കാര്യം. തന്റെ ഒപ്പമുള്ള ആളുകളെല്ലാം തന്നെ ഇത്തരത്തിൽ ആക്രമിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എല്ലാം എന്തുകൊണ്ട് ഇങ്ങനെ ആക്രമിക്കുന്നു എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത്. തന്നെ വേണമെങ്കിൽ ഇല്ലാതാക്കിക്കോളൂ, തന്റെ ഒപ്പമുള്ളവരെ ഇങ്ങനെ ദ്രോഹിക്കരുത് എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ അവർ പറഞ്ഞുകൊണ്ട് അവർ ഈ പറയുന്ന മാധ്യമങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവസാന ഭാഗമായി എത്തിയപ്പോൾ അവർ കരയുന്നു. ഈ കരഞ്ഞ് പിന്നീട് അവർ കുഴഞ്ഞു വീഴുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ അവരെ HRDSന്റെ ഓഫീസിലേക്ക് അവരെ മാറ്റിയിരിക്കുകയാണ്. പ്രസാദ്, ഇവിടെ ഷാജ് കിരണിനെതിരെ കേസെടുക്കാത്തതിൽ ഇല്ലെങ്കിൽ പരാതിയൊന്നും ഇല്ലാത്തതിനെ കുറിച്ച് സ്വപ്ന പറയുന്നുണ്ട്. സ്വപ്നയെ സംബന്ധിച്ച് സ്വപ്നയിലേക്കും ഇത്തരത്തിൽ എന്തെങ്കിലും കേസ് പുതുതായിട്ട് എന്തെങ്കിലും വരുമോ എന്നൊക്കെയുള്ള ആശങ്കയുണ്ടോ? തന്നെ ഇതിൽ അവർ പറയുന്നത് ഷാജ് കിരणे സാക്ഷിയാക്കിക്കൊണ്ട്, അതായത് സാക്ഷിയാക്കിക്കൊണ്ട് ഇവരെ പ്രതിയാക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. തന്റെ പ്രതിയാക്കാൻ വീണ്ടും കൂടുതൽ കേസെടുക്കുന്നു എന്ന് പറഞ്ഞില്ല. പക്ഷേ ഷാജ് കിരണിനെ സാക്ഷിയാക്കി വീണ്ടും തന്നെ കൊടുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതിന്റെ ഭാഗമായാണ് ഷാജ് കിരൺ നേരത്തെ പറഞ്ഞിരുന്നു, അതായത് സരിത്തിനെ പൊക്കുമെന്ന് പറഞ്ഞിരുന്നു. അത് സംഭവിച്ചു. പിന്നീട് അവർ പറഞ്ഞത് കൃഷ്ണരാജിന് എതിരെയും കേസെടുക്കും എന്നത് ഷാജ് കിരൺ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതും സംഭവിച്ചിരിക്കുന്നു. മുമ്പ് ഒരു ഫേസ്ബുക്കിൽ ഇട്ട കുറിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഷാജ് കിരൺ ഇവരുടെ അഭിഭാഷകൻ കൃഷ്ണരാജിനെതിരെ കേസെടുത്തിട്ടുള്ളത്. ആ കേസ് താനുമായി സഹകരിക്കുന്നത് കൊണ്ടാണ് ഈ ഇത്തരത്തിൽ കൃഷ്ണരാജിന്റെ നടപടി നേരിടേണ്ടി വന്നത് എന്നതാണ് അവർ വ്യക്തമാക്കുന്നത്. അതായത് തന്റെ ഒപ്പമുള്ള മുഴുവൻ ആളുകളെയും, തന്റെ ചുറ്റുമുള്ള ആളുകൾക്കെതിരെയെല്ലാം തന്നെ വലിയ തോതിലുള്ള അക്രമങ്ങൾ നടക്കുകയാണ്. തനിക്കെതിരെ തന്നെ ആക്രമിച്ചോളൂ, എന്തിനാണ് തന്റെ ചുറ്റുമുള്ള ആളുകളെ ആക്രമിക്കുന്നത്, തന്നെ കൊന്നോളൂ എന്നുള്ളതാണ് അവർ പറയുന്നത്. തന്റെ ചുറ്റുമുള്ള ആളുകളെ ദ്രോഹിക്കാതിരിക്കൂ എന്നവർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവർ പറയുന്നു. അങ്ങനെ പറഞ്ഞ് അവർ അവസാനിപ്പിക്കുന്ന അതിനിടെയാണ് അവർ ഇവിടെ കുഴഞ്ഞു വീഴുന്നത്. ഏറെ ഒരു മിനിറ്റോളം നേരം ഇവർ ഈ HRDSന്റെ കാർപോർച്ചിൽ നിന്നാണ് അവർ മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചത്. ഏറെക്കുറെ 2 മിനിറ്റോളം അവർ ഇവിടെ കിടന്നു. പിന്നീട് അവർക്ക് പ്രാഥമിക ശുശ്രൂഷ നൽകി അവരുടെ HRDSന്റെ പ്രവർത്തകരും എല്ലാം തന്നെ അവരെ അകത്തേക്ക് കയറ്റി കൊണ്ടുപോയിരിക്കുകയാണ്. അവിടെ അവർക്ക് ഏറെ നേരം വിശ്രമം വേണം എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. രാവിലെ മുതൽ തന്നെ പ്രസാദ്, ഇവിടെ ഇപ്പോൾ സ്വപ്ന പറഞ്ഞതുപോലെ തന്നെ ഇതിൽ കാര്യമുണ്ടല്ലോ. കാരണം ഷാജ് കിരൺ ഇതൊക്കെ എങ്ങനെ അറിയുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം നമ്മളും കേട്ടതാണ് ആ ശബ്ദ സംഭാഷണത്തിൽ ഇവർ പറയുന്നത് ഈ അഡ്വക്കേറ്റിനെതിരെയും അഭിഭാഷകനെതിരെയും കേസെടുക്കും എന്ന് പറയുന്നത്. അതിന് സ്വപ്ന അപ്പൊ ഇനി എനിക്ക് അഭിഭാഷകരുണ്ടാകില്ലേ എന്നൊക്കെ ചോദിക്കുന്നത് നമ്മൾ ആ ശബ്ദ സംഭാഷണത്തിൽ കേട്ടതാണ്. അപ്പം ഈ ഷാജ് കിരൺ എങ്ങനെയാണ് ഇതൊക്കെ അറിയുന്നത്? അങ്ങനെ എന്ത് ബന്ധമാണ് ഷാജ് കിരണ് ഭരണതലത്തിൽ ഉള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്? ധന്യ, ഇതിനകത്ത് അത് തന്നെയാണ് ദുരൂഹത ഉണർത്തുന്നത്. കാരണം ഷാജ് കിരൺ നേരത്തെ ഇവരുടെ സംഭാഷണത്തിൽ, നമ്മൾ ഇന്നലെ പുറത്തുവിട്ട സംഭാഷണത്തിൽ വിജിലൻസ് ADGP ആയിരുന്ന, ഇപ്പോൾ വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റിയ അജിത് കുമാർ അവരെ വിളിക്കുന്ന കാര്യം പറയുന്നുണ്ട്. അതായത് ഷാജ് കിരണ് ഈ പറയുന്നത് പോലെ തന്നെ പോലീസിലെ ഉന്നതരുമായി ബന്ധമുണ്ട്. അതോടൊപ്പം തന്നെ സ്വപ്നയ്ക്കെതിരെ നടക്കുന്ന നീക്കങ്ങളെല്ലാം തന്നെ ഷാജ് കിരൺ മുൻകൂട്ടി അറിഞ്ഞിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഷാജ് കിരൺ പറഞ്ഞിരുന്ന കാര്യങ്ങൾ നമ്മളെല്ലാം ആ സംഭാഷണത്തിൽ കേട്ടതാണ്. ഇനി കൃഷ്ണരാജിനെതിരെ കേസെടുക്കും, അതോടൊപ്പം തന്നെ സ്വപ്നയുടെ HRDSലെ ജോലി നഷ്ടമാകും തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നു. സ്വാഭാവികമായും അതിൽ ആദ്യം ഇവർ രഹസ്യമൊഴി കൊടുത്ത് എറണാകുളത്ത് നിന്നും പാലക്കാട്ടേക്ക് വരുന്ന സമയത്താണ് ഷാജ് കിരൺ ഇവരെ അടിയന്തരമായി കാണണമെന്ന് ആവശ്യപ്പെടുകയും അങ്ങനെ തൃശ്ശൂരിൽ വെച്ച് ഇവർ കണ്ടുമുട്ടുന്നു. തൃശ്ശൂരിൽ ഷാജ് കിരൺ പറയുന്നത് സരിത്തിനെ പൊക്കും എന്ന് ഇവർ പറയുന്നുണ്ട്. പിറ്റേ ദിവസം സരിത്തിനെ വിജിലൻസ് കസ്റ്റഡിയിൽ എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആ സമയത്ത് ഇവർക്ക് മനസ്സിലാകുന്നില്ല ഇത് വിജിലൻസ് ആണ് എന്ന് മനസ്സിലാകുന്നില്ല. ഇവർ അപ്പോൾ തന്നെ മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് തന്റെ ഒപ്പമുള്ള സരിത്തിനെ ആരോ തട്ടിക്കൊണ്ടുപോയി എന്നതാണ് നമ്മളോട് ആ സമയത്ത് പറഞ്ഞിരുന്നത്. പിന്നീട് ഇവർ ഈ കഴിഞ്ഞ ദിവസം ഷാജ് കിരൺ പറഞ്ഞ് ഇത്തരം ഒരു കാര്യം പറഞ്ഞിരുന്നല്ലോ എന്നത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സ്വപ്ന ഷാജ് കിരണിനെ വിളിക്കുന്നു. അപ്പോൾ ഷാജ് കിരൺ പറഞ്ഞു, ഭയക്കേണ്ടതില്ല, ഒരു 45 1 മണിക്കൂറിനുമിടയിൽ സരിത്തിനെ പുറത്തുവിടും, ഭയക്കേണ്ടതില്ല. അതാണ് പ്രസാദ്, അവിടെയൊക്കെയാണ് നമുക്ക് ഈ സംശയം വരുന്നത്. ഇതെങ്ങനെ ഷാജ് കിരണിനെ പോലെ ഇപ്പൊ സാധാരണ മറ്റു കാര്യങ്ങൾ അയാൾ പറയുന്നത് പോലെ മാധ്യമ പ്രവർത്തകനായിരുന്നപ്പോൾ പലർക്കും പരിചയമുള്ളതുപോലെ ഇതൊരു തള്ളായിട്ട് കാണാൻ പറ്റില്ലല്ലോ. കാരണം ഇത് നിയമപരമായി നീങ്ങുന്ന കാര്യങ്ങളാണ്, നിയമം കൈകാര്യം ചെയ്യുന്നവരിൽ നിന്ന് മാത്രം ലഭിക്കുന്ന വിവരങ്ങളാണ്. അപ്പം എങ്ങനെ ഇതൊക്കെ അറിയുന്നു? ഇത് ഇല്ലെങ്കിൽ പിന്നെ മറ്റൊരു കാര്യം, ഒന്നുകിൽ ഷാജ് കിരണും
സ്വപ്നയുമായിട്ട് കൂടിച്ചേർന്ന് ആലോചിച്ച് കളിക്കുന്ന ഇല്ലെങ്കിൽ രൂപം കൊടുക്കുന്ന ഒരു സ്ക്രിപ്റ്റിനനുസരിച്ച് പോകുന്ന കാര്യമായി കാണണം. അതല്ലെങ്കിൽ ഏത് തരത്തിൽ ഇയാൾക്ക് ഇങ്ങനെയുള്ള ഷാജ് കിരണിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നു? സ്വപ്ന ഇതിൽ എന്താണ് ആവശ്യപ്പെടുന്നത്? ഷാജ് കിരണിനെതിരായിട്ട് ഏത് തരത്തിൽ നടപടിയെടുക്കണം, ഇല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും ആവശ്യങ്ങൾ സ്വപ്നയ്ക്കുണ്ടായിരുന്നോ? സംസാരത്തിൽ എവിടെയെങ്കിലും അത് സൂചിപ്പിച്ചോ? ധന്യ, സ്വപ്ന ഇവിടെ ഇന്ന് കണ്ടപ്പോൾ തന്നെ പറഞ്ഞൊരു കാര്യം, ഞാൻ ഒരിക്കലും എൻ്റെ പേരിൽ കേസുണ്ട് അത് ഒഴിവാക്കണമെന്നോ അത്തരം കാര്യങ്ങളൊന്നും തന്നെ ഞാൻ ആവശ്യപ്പെടുന്നില്ല. എനിക്ക് പറയാനുള്ളത് ഈ രഹസ്യമൊഴി നൽകിയതിന് ശേഷം 164 സ്റ്റേറ്റ്മെൻറ്റ് നൽകിയതിന് ശേഷമാണ് ഇത്തരം ഭീഷണികൾ നേരിടേണ്ടി വന്നിട്ടുള്ളത്. അത് ഷാജ് കിരണാണ് അതിന് ഇടനിലയായി നിന്നിട്ടുള്ളത്. തൻ്റെ സൗഹൃദം ഷാജ് കിരണുമായി സൗഹൃദമുണ്ടായിരുന്നു. ആ സൗഹൃദം ഉപയോഗിച്ചുകൊണ്ട് അവർ ഭീഷണിപ്പെടുത്തുകയായിരുന്നു, സൗഹാർദ്ദപൂർവ്വം ഭീഷണിപ്പെടുത്തുകയായിരുന്നു എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. അതിൽ പറയുന്ന ഷാജ് കിരൺ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നടക്കുന്നത് ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. സരിത്തിനെ പൊക്കുമെന്ന് പറയുന്നത് അത് നടന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവരുടെ അഭിഭാഷകൻ കൃഷ്ണരാജിനെതിരെ നടപടി ഉണ്ടാകുമെന്ന് പറയുന്നു. അതിപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ ഇന്ന് കേസെടുത്തിരിക്കുന്നു. അതെല്ലാം ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. തനിക്ക് ചുറ്റുമുള്ള ആളുകളെ എല്ലാം തന്നെ ദ്രോഹിക്കുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നതാണ് അവർ പറയുന്നത്. ധന്യ പറഞ്ഞത് തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഷാജ് കിരൺ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ബന്ധവും ഇല്ല എന്ന് പറയുമ്പോൾ പോലും ഷാജ് കിരൺ നേരത്തെ ആ സംഭാഷണത്തിൽ പറയുന്ന കാര്യങ്ങൾ അത് നടക്കുന്നത് നമ്മളും അതിന് സാക്ഷികളായിക്കൊണ്ടിരിക്കുന്നു. കാരണം ഇപ്പോൾ അഭിഭാഷകനെതിരെ എല്ലാം തന്നെ കേസെടുത്തിരിക്കുന്നു. അപ്പോൾ ഒരു വലിയ തോതിലുള്ള സ്വപ്ന പറയുന്നത് പോലെയുള്ള അവർ ആശങ്കപ്പെട്ടതുപോലെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ വളരെ വൈകാരികമായി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞത്, എന്നെ എന്തിന് ആക്രമിക്കണം എന്നതാണ് അവർ പറയുന്നത്. എനിക്ക് ചുറ്റുമുള്ളവരെ ദ്രോഹിക്കാതിരുന്നൂടെ, എനിക്കെതിരെ നടപടിയെടുത്തുള്ളൂ, എന്നെ വേണമെങ്കിൽ കൊന്നോളൂ, പക്ഷേ എൻ്റെ ചുറ്റുമുള്ളവരെ ദ്രോഹിക്കാതിരിക്കൂ. എനിക്കിപ്പോൾ അഭിഭാഷകനില്ല, എനിക്കൊപ്പം നിൽക്കുന്ന എല്ലാവരെയും ദ്രോഹിക്കുകയാണ് എന്നതാണ് അവർ പറയുന്നത്. ശരി, ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് പ്രസാദ്? അവിടെ നിന്ന് DSൽ തന്നെയാണോ സ്വപ്ന ഉള്ളത്? തന്നെ ഇപ്പോൾ അവരും HRDCയിൽ തന്നെയാണുള്ളത്. അവരെ ആശുപത്രിയിലേക്ക് മാറ്റുന്നത് സംബന്ധിച്ച് തീരുമാനമെടുത്തിട്ടില്ല. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുമ്പും ഇത്തരത്തിൽ അവർക്ക് വലിയ തോതിൽ ഇത്തരം സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഇങ്ങനെ സംഭവിക്കാറുണ്ട്, ഇത്തരത്തിൽ കുഴഞ്ഞു വീഴാറുണ്ട് എന്നുള്ളതാണ്. ഫിക്സ് മുമ്പ് വന്നിരുന്നു എന്നാണ് അവർ പറയുന്നത്. അതുതന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളതെന്നാണ് പറയുന്നത്. എന്തായാലും കുറേ നേരം വിശ്രമം അവർക്ക് അത്യാവശ്യമാണ് എന്നതാണ് നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്ന് രാവിലെ തന്നെ അവർ ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഓഫീസിലേക്ക് വരുന്നില്ല, 2 ദിവസത്തേക്ക് അവർ ഓഫീസിലേക്ക് വരുന്നില്ല എന്ന കാര്യം അവർ അറിയിച്ചിരുന്നു. പക്ഷേ അവരുടെ അഭിഭാഷകനെതിരെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അവർ കേസെടുത്തൊരു സാഹചര്യത്തിലാണ് അവർ ഇപ്പോൾ അത് മാധ്യമങ്ങളോട് പറയാൻ അവർക്ക് നേരത്തെ അറിഞ്ഞ കാര്യങ്ങൾ ഇന്നലെ ആ സംഭാഷണത്തിൽ പറഞ്ഞതാണ്. അത് അത്തരം കാര്യങ്ങൾ ഒന്നുകൂടി അവർ പറയുന്നതിനും ഇതുപോലെ തനിക്ക് ചുറ്റുമുള്ള ആളുകൾക്കെതിരെ വലിയ തോതിലുള്ള ദ്രോഹം ഉണ്ടായിരിക്കുന്നു എന്ന കാര്യം അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ അവർ HRDSന്റെ ഓഫീസിൽ ഇവിടെയുണ്ട്. അവർക്ക് ഇപ്പോൾ വിശ്രമം ആവശ്യമാണ്. അവിടെ അകത്ത് അവർ ഏറെ നേരം വിശ്രമം ആവശ്യമാണ് എന്നതാണ് അവരോട് ബന്ധപ്പെട്ട ആളുകൾ വ്യക്തമാക്കുന്നത്. ശരി, സ്വപ്ന സുരേഷ് ചില കാര്യങ്ങൾ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടയിലാണ് കുഴഞ്ഞു വീഴുന്നത്. നേരത്തെ അവർക്ക് ഇത്തരത്തിൽ അസുഖം ഉള്ള ആളായതുകൊണ്ട് തന്നെ അപ്പോഴത്തെ സമ്മർദ്ദത്തിലാണ് അങ്ങനെ സംഭവിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. അഭിഭാഷകനെതിരെയും കേസെടുത്ത വിഷയത്തിലായിരുന്നു സ്വപ്ന മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നത്. അതിൽ ചില വിശദീകരണങ്ങൾ നൽകാനുണ്ടെന്നും പറഞ്ഞിരുന്നു. അഭിഭാഷകനെതിരെ കേസെടുത്ത കാര്യം മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുന്നതിനിടെയാണ് സ്വപ്ന കുഴഞ്ഞു വീണത്. How many cases will you give on me? What more can I come? I'm already named as a terrorist for no reason. Stop it. You can kill me, but stop killing other people. ഷാജ് പറഞ്ഞതെല്ലാം യാഥാർത്ഥ്യമായെന്ന് സ്വപ്ന പറയുന്നു. അഭിഭാഷകനെതിരെ കേസെടുത്ത സാഹചര്യത്തിലാണ് സ്വപ്ന മാധ്യമങ്ങളോട് അത്തരത്തിൽ പ്രതികരിച്ചത്. ചില വിശദീകരണങ്ങൾ ഇക്കാര്യത്തിൽ നൽകാനുണ്ട് എന്ന കാര്യങ്ങൾ ഉൾപ്പെടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സ്വപ്ന കുഴഞ്ഞു വീഴുന്നത്. നേരത്തെയും അവർക്ക് ഇത്തരത്തിൽ അസുഖമുള്ളതുകൊണ്ട് പേടിക്കാനില്ല, ആശുപത്രിയിലേക്ക് മാറ്റേണ്ട സാഹചര്യമൊന്നുമില്ല എന്നും അറിയുന്നുണ്ട്. എന്തായാലും ഷാജ് കിരൺ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വളരെ വിഷമിച്ചുകൊണ്ടാണ് സ്വപ്ന സുരേഷ് മാധ്യമങ്ങളോട് സംസാരിച്ചത്.